Hi everyone, once again welcome back to another video on this channel. Learn English through newspaper എന്ന് പറയുന്ന 100 ഡേ ന്യൂസ് റീഡിംഗ് ചലഞ്ചിൻ്റെ 8ാമത്തെ ദിവസമാണ് ഇന്ന്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത 7 വാർത്തകളും ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, 3 LOC ഇൻഫിൽട്രേറ്റേഴ്സ് കിൽഡ് ഇൻ 2 hour ഗൺ ഫൈറ്റ് ഇൻ വാലി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ന്യൂസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഹെഡ്ലൈൻ ഒന്ന് വായിക്കാം ആദ്യം. 3 LOC. LOC മീൻസ് നമുക്കറിയാം ലൈൻ ഓഫ് കൺട്രോൾ അല്ലെ. ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന വേർഡിൻ്റെ ഷോർട്ട് ഫോമാണ് LOC. ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇൻഫിൽട്ടർ എന്ന് പറയുന്ന വേർഡാണ് ആദ്യം ഓർക്കേണ്ടത്. ഇൻഫിൽട്ടർ മീൻസ് എന്താണ്? നുഴഞ്ഞു കയറുക, ഒരു പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറുക. മലയാളത്തിൽ നുഴഞ്ഞു കയറ്റത്തെയാണ് അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് പ്രവേശിക്കുന്നതിനെയാണ് ഇൻഫിൽട്ടർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അർത്ഥം എന്തായിരിക്കും? നുഴഞ്ഞുകയറ്റക്കാർ. ഇൻഫിൽട്രേറ്റേഴ്സ് മീൻസ് നുഴഞ്ഞുകയറ്റക്കാർ. കിൽഡ് ഇൻ 2 hour ഗൺ ഫൈറ്റ്. അവരെ വധിച്ചു, കൊന്നു. എങ്ങനെ? ഇൻ 2 hour ഗൺ ഫൈറ്റ്. 2 മണിക്കൂർ നീണ്ടു നിന്ന ഗൺ ഫൈറ്റിൽ, ഗൺ ഫയർ എന്നൊക്കെ കാണാം. ഗൺ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഗൺ ഫയർ തന്നെയാണ്, അതായത് വെടിവെപ്പാണ്. ഫൈറ്റ് വിത്ത് ഗൺസ്, തോക്കുകൊണ്ടുള്ള അല്ലെങ്കിൽ ഫയറിങ്, ഷൂട്ടിംഗ്, അതാണ് ഗൺ ഫൈറ്റ് എന്ന് പറയുന്നത്. ഗൺ ഫയർ ആണ് കൂടുതലും ഉപയോഗിച്ച് കാണാറുള്ളത്. എന്നാൽ ചില പത്രങ്ങൾ ഗൺ ഫൈറ്റ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൺ ഫൈറ്റ് ഇൻ വാലി എവിടെയാ? താഴ്വരയിൽ. ഇതാണ് ഇതിൻ്റെ ഹെഡ്ലൈൻ പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ സബ് ഹെഡിങ്ങിലേക്ക് പോവാം. പാക് ഫയറിംഗ്. ഓക്കെ, പാക് ഫയറിംഗ് ത്വാറ്റ്സ്. പാക് ഫയറിംഗ് എന്ന് പറഞ്ഞാൽ ഫയറിംഗ് മീൻസ് ഇത് തന്നെ ഷൂട്ടിംഗ്, ഗൺ ഫൈറ്റ് ഓർ ഫയറിംഗ്, വെടിവെക്കുക. ഓക്കെ, ത്വാട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വേർഡാണ്. ത്വാട്ട് ഒരാളുടെ ഒരു പദ്ധതിയെ ഇല്ലാതെയാക്കുക. ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതെയാക്കുന്ന പരിപാടിയാണ്, അതിനെ സ്പോയിൽ ചെയ്യുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യുക. ഓക്കെ, പ്രിവെൻറ്റ് ഫ്രം ഡൂയിങ് സംതിങ്. ഒരാളുടെ ഒരു പ്ലാൻ ഉണ്ട്, ആ പ്ലാൻ അയാൾ നടപ്പിലാക്കുന്നതിൽ നിന്ന് നമ്മളയാളെ പ്രിവെൻറ്റ് ചെയ്യുക. അതാണ് ത്വാട്ട്. എ പ്ലാൻ എന്ന് പറഞ്ഞാൽ പദ്ധതി എന്ത് ചെയ്യുക? ഇല്ലാതെയാക്കാം, നിഷ്ഫലമാക്കുക, വിഫലമാക്കുക. അപ്പോൾ ത്വാട്ട് മീൻസ് വിഫലമാക്കുക എന്നാണ്. അപ്പോൾ ത്വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഫലമാക്കുക എന്നാണ്. എന്താ വിഫലമാക്കിയത്? പാക് ഫയറിങ്. റിട്രീവൽ ഓഫ് 1 ടെററിസ്റ്റ്സ് ബോഡി. ഒരു ടെററിസ്റ്റ് മീൻസ് ഭീകരവാദിയാണ്, അയാളുടെ ബോഡി റിട്രീവൽ, അതായത് റിട്രീവ് എന്ന് പറയുന്ന വെർബ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റിട്രീവ് ചെയ്യുന്നതിൽ നിന്ന്, റിട്രീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കുക, അയാളുടെ ബോഡി കണ്ടെത്തുക അല്ലെങ്കിൽ തിരികെ കൊണ്ടുവരിക, റിട്രീവ്. അപ്പോൾ കൊല ചെയ്യപ്പെട്ട ആ ഭീകരൻ്റെ ബോഡി ഇങ്ങ് റിട്രീവ് ചെയ്യുന്ന കാര്യം നടന്നില്ല പാക് ഫയറിങ് കാരണം. ഓക്കെ, സോ അത് എന്ത് ചെയ്തു? വിഫലമായി, ആ ശ്രമം വിഫലമായി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഹെഡിങ്ങിൻ്റെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള വാക്കുകൾ. ഒന്ന് ഇൻഫിൽട്രേറ്റേഴ്സ്, നുഴഞ്ഞുകയറ്റക്കാർ, ഗൺ ഫൈറ്റ്, വെടിവെപ്പ്, ത്വാട്ട്, വിഫലമാവുക, റിട്രീവ്, വീണ്ടെടുക്കുക അല്ലെങ്കിൽ തിരികെ കൊണ്ടുവരിക. റിട്രീവ് അതിൻ്റെ നൗണാണ്. റിട്രീവൽ, തിരികെ കൊണ്ടുവരൽ, വീണ്ടെടുക്കൽ, റിട്രീവൽ. ഓക്കെ, ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ഇത് ടൈംസ് ഓഫ് ഇന്ത്യയിലെ ന്യൂസാണ്. ഇനി നമുക്കിതിൻ്റെ ന്യൂസിലേക്ക് കടക്കാം. അതിൻ്റെ കൂടെ ടെററിസ്റ്റ് എന്താണ്? ഭീകരവാദി, എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ്. ഓക്കെ, യെസ്. ശ്രീനഗറിൽ നടക്കുന്ന വാർത്തയാണ്. സെക്യൂരിറ്റി ഫോഴ്സസ് കിൽഡ് 3 ടെററിസ്റ്റേഴ്സ്. സെക്യൂരിറ്റി ഫോഴ്സസ് 3 ഭീകരരെ കൊന്നു. ഇൻ എ 2 hour ലോങ്, 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഗൺ ഫൈറ്റ്. നേരത്തെ പറഞ്ഞു ഗൺ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ വെടിവെപ്പിലൂടെ. വൈൽ എപ്പോഴാ? ദേ വേർ ട്രൈങ് ടു ക്രോസ്. അവർ ക്രോസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എന്ത്? ദ ലൈൻ ഓഫ് കൺട്രോൾ LOC ഇൻ ദ ഹദ്ലങ്ക നാല. ഓക്കെ, ഹദ്ലങ്ക നാല എന്ന് പറയുന്ന ഏരിയയിൽ. ഓക്കെ, ഹദ്ലങ്ക നാല അല്ലേ, നാല എന്തായാലും പ്രൊണൗൺസിയേഷൻ കൃത്യമായിട്ട് അറിയില്ല. ഓക്കെ, ഏരിയ ഉറി പിന്നെ നമുക്ക് കേട്ട് പരിചയമുള്ള സ്ഥലമാണ്. ഉറി സെക്ടർ ഇൻ നോർത്ത് കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ ഡിസ്ട്രിക്റ്റിലെ ഉറി എന്ന് പറയുന്ന പ്രദേശത്ത് പറയുന്ന ഈ ഹദ്ലങ്ക നല എന്ന് പറയുന്ന സ്ഥലത്ത് സാറ്റർഡേ ആണ് ഈ സംഭവം ഉണ്ടായത്. ബട്ട് 1 ബോഡി, പക്ഷെ ഒരു ബോഡി കുഡിൻ ബി റിട്രീവ്ഡ്. ഇതുവരെ റിട്രീവ് ചെയ്യപ്പെട്ടിട്ടില്ല, നമുക്ക് അത് കൊണ്ടുവരാൻ സാധിച്ചില്ല, തിരിച്ചെടുക്കാൻ സാധിച്ചില്ല. ഡ്യൂ ടു ഹെവി പാകിസ്ഥാനി ഫയറിങ്. എന്തുകൊണ്ടാണ്? ഹെവി, വളരെ ശക്തമായ പാകിസ്ഥാനി ഫയറിങ്, പാകിസ്ഥാൻ്റെ വെടിവെപ്പ് കാരണം. ഓക്കെ, ദ ഫ്രഷ് ഇൻഫിൽട്രേഷൻ അതായിട്ട് പുതുതായിട്ടുള്ള ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം
എന്താണ് നുഴഞ്ഞു കയറ്റം? ഇൻഫിൽട്രേഷൻ ബിഡ്. അപ്പോഴോ ബിഡ് മീൻസ് ശ്രമമാണ്. ബിഡ് എന്ന് പറഞ്ഞാൽ ശ്രമമാണ്, ശ്രമം. അപ്പോൾ ഇൻഫിൽട്രേഷൻ ബിഡ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ഇൻഫിൽട്രേഷൻ ബിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നുഴഞ്ഞു കയറാനുള്ള ശ്രമം. നോക്കിയേ, നുഴഞ്ഞു കയറാനുള്ള ശ്രമം. ഓക്കെ, ഇവിടെ നമ്മളിതാ സെക്യൂരിറ്റി ഫോഴ്സസ് എന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുരക്ഷാ സേന. അപ്പോൾ സെക്യൂരിറ്റി ഫോഴ്സസ് കിൽഡ് 3 ടെററിസ്റ്റ്സ്, 3 ഭീകരവാദികളെ കൊന്നത് സെക്യൂരിറ്റി ഫോഴ്സസ് ആണ്. എപ്പോൾ? ഇൻ എ 2 hour ലോങ് ഗൺ ഫൈറ്റ്, 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഫയറിങ്ങിൽ, വെടിവെപ്പിൽ, വൈൽ ദേ വർ ട്രൈങ് ടു ക്രോസ് ദ ലൈൻ ഓഫ് കൺട്രോൾ. അവർ LOC ക്രോസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എവിടെയാണ്? ഹൽദങ്കർ നെല എന്ന് പറയുന്ന സ്ഥലത്ത്, എവിടെ? ഉറിയിലാണ്. എവിടെയാണ് അത്? ബാരാമുള്ള ജില്ലയിലാണ്. ശനിയാഴ്ചയാണ്. ഓക്കെ, ബട്ട് വൺ ബോഡി, ഒരു ബോഡി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കുഡിൻ ബി റിട്രീവ്ഡ്, വീണ്ടെടുക്കാൻ സാധിച്ചില്ല. ഡ്യൂ ടു ഹെവി പാകിസ്ഥാൻ ഫയറിംഗ്, ഹെവി ആയിട്ടുള്ള പാകിസ്ഥാൻ വെടിവെപ്പ് കാരണം. ദ ഫ്രഷ് ഇൻഫിൽട്രേഷൻ ബിഡ്, അതായത് പുതിയ നുഴഞ്ഞു കയറാനുള്ള ശ്രമം, കംസ് ഈവൻ, അവർ ആ ശ്രമം നടത്തുന്നു. എപ്പോൾ? ഈവൻ ആസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെൻ എന്ന് പറയുന്ന അർത്ഥത്തിൽ, ഈവൻ ആസ്. എപ്പോൾ? എ സീക്ക് ആൻഡ് കിൽ ഓപ്പറേഷൻ അഗൈൻസ്റ്റ് 4 ടെററിസ്റ്റേഴ്സ്. അതായത് നമ്മുടെ സൈന്യം ഒരു സീക്ക് ആൻഡ് കിൽ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സീക്ക് മീൻസ് കണ്ടെത്തുക, ആൻഡ് കിൽ കൊല്ലുക, തേടിപ്പിടിച്ച് കൊന്നുകളയുക. അപ്പോൾ എന്താ പറയുക? കണ്ടുപിടിച്ചിട്ട് കൊല്ലാം. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഓപ്പറേഷൻ നടക്കുകയാണ് എഗൈൻസ്റ്റ് ആർക്കെതിരെ? 4 ടെററിസ്റ്റേഴ്സ്, 4 ഭീകരവാദികൾക്കെതിരെ. ഓഫ് ലക്ഷറി തൊയ്ബ ഷാഡോ ഗ്രൂപ്പ്. ലക്ഷറി തൊയ്ബയുടെ ഷാഡോ ഗ്രൂപ്പിലെ 4 അംഗങ്ങളെ പിടിച്ചു കൊല്ലാൻ വേണ്ടി സൈന്യം എന്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്? ഒരു ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഷാഡോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാര ഗ്രൂപ്പ്, ചാര സംഘടന. അപ്പോൾ ആരുടെ? ലക്ഷറി തൈബയുടെ ഷാഡോ ഗ്രൂപ്പ്, ചാര സംഘടന. ഓക്കെ, യെസ്, ഈ ഷാഡോ മീൻസ് ചാരൻ. ഓക്കെ, അപ്പോൾ ഷാഡോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ചാര സംഘടന. യെസ്, അപ്പം ഇങ്ങോട്ട് വരൂ. എൻറ്റേർഡ് ദ 4th day ഓൺ സാറ്റർഡേ. അപ്പോൾ ഈ പറയുന്ന ഒരു ഓപ്പറേഷൻ 4ാമത്തെ ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് എന്ത് സംഭവിച്ചത്? ഈ പറയുന്ന ഭീകരവാദികളെ കൊല്ലുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി an army കേണൽ. ഓക്കെ, ശ്രദ്ധിക്കുക, ഇത് എഴുതുന്നത് കൊളോണൽ എന്നാണ്, കൊളോണൽ, പക്ഷെ ഇത് വായിക്കേണ്ടത് കേണൽ എന്നാണ്. ഒരു ആർമി കേണൽ, ഒരു മേജർ, ഇതൊക്കെ സൈന്യത്തിലെ എന്താ പറയുക ഹൈറാർക്കികളാണ്. ഒരു സോൾജിയർ കൂടാതെ ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ DSP, ജമ്മു കാശ്മീരിലെ ഒരു DSPയും ഹാവ് ബീൻ കിൽഡ്, അവർ കൊല ചെയ്യപ്പെട്ടു ബൈ ദ ടെററിസ്റ്റ്സ്, ഭീകരവാദികളാൽ, ഓഫ് ദ റെസിസ്റ്റൻറ്റ് ഫോഴ്സസ് സിൻസ് വെനസ്ഡേ മുതൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ റെസിസ്റ്റൻറ്റ് ഫോഴ്സിൽ, അത് പ്രതിരോധത്തിൽ, അവരുമായിട്ടുള്ള പ്രതിരോധം നടക്കുന്ന സമയത്ത് നമുക്ക് ഒരു കേണൽ മരിച്ചു പോയിട്ടുണ്ട്, ഒരു മേജർ മരിച്ചുപോയി, ഒരു സോൾജിയർ, അതുപോലെ ഒരു DSPയുടെ ഒക്കെ ജീവൻ പൊലിഞ്ഞുപോയി, മരിച്ചുപോയി, അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ബുധനാഴ്ച മുതൽ. അതിനിടയിലാണ്, ഈ സംഭവങ്ങൾക്കിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, ഈ വാർത്ത ഉണ്ടാകുന്നത്. സാറ്റർഡേസ് ഷൂട്ടിംഗ്, ശനിയാഴ്ചത്തെ വെടിവെപ്പ് ബിഗാൻ വെൻ സെക്യൂരിറ്റി ഫോഴ്സസ് കണ്ടക്റ്റഡ്. എപ്പോഴാണ് ശനിയാഴ്ചത്തെ വെടിവെപ്പ് ഉണ്ടാകുന്നത്? സെക്യൂരിറ്റി ഫോഴ്സസ് കണ്ടക്റ്റഡ്, സുരക്ഷാ സേന കണ്ടക്റ്റഡ് എ സെർച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തിരച്ചിൽ നടത്തിയപ്പോൾ, കണ്ടക്ട് സെർച്ച് മീൻസ് തിരച്ചിൽ നടത്തുക. ഫോളോയിങ് ഇൻപുട്സ്, വിവരങ്ങളെ തുടർന്നുകൊണ്ട്, ഇൻപുട്ട് മീൻസ് വിവരങ്ങൾ. ടെററിസ്റ്റ് ഗ്രൂപ്പ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ത്? ടു ഇൻഫിൽട്രേറ്റ് ഫ്രം അക്രോസ് ദ ലൈൻ ഓഫ് കൺട്രോൾ സെറ്റ് പോലീസ് ഓഫീസർ. അവർ ഈ ലൈൻ ഓഫ് കൺട്രോൾ ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ പോകാന്നുള്ള വിവരം കിട്ടിയ സമയത്താണ് ദ കണ്ടക്റ്റഡ് എ സെർച്ച് ഫോർ ദ ടെററിസ്റ്റ്സ്. ആ സമയത്താണ് ഇത് നടന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഈ ചിത്രത്തിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഈ ക്യാപ്ഷൻ നോക്കിയേ. സെക്യൂരിറ്റി പേഴ്സണൽ, അതായത് സുരക്ഷാ സേനാംഗം, സെർച്ച് ഫോർ ടെററിസ്റ്റ്സ്, ഭീകരവാദികൾക്ക് വേണ്ടി സെർച്ച് എന്ത് ചെയ്യുന്നു? അപ്പോൾ സെക്യൂരിറ്റി പേഴ്സണൽസ്, അവർ സുരക്ഷാ സേനാംഗങ്ങൾ തിരച്ചിൽ നടത്തുന്നു. ആർക്ക്? ടെററിസ്റ്റുകൾക്ക് വേണ്ടി, ഭീകരവാദികൾക്ക് വേണ്ടിയിട്ട് അവരെ തിരയുകയാണ്. എവിടെയാണ് തിരയുന്നത്? വൂഡ്സിലാണ്. വൂഡ്സ് മീൻസ് വനം, വനത്തെയാണ് നമ്മൾ വൂഡ്സ് എന്ന് പറയുക. സറൗണ്ടിങ് ദ മൗണ്ടെയിൻ വാലി. സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? സറൗണ്ടഡ്, അല്ലെങ്കിൽ സറൗണ്ടിങ് മീൻസ് ചുറ്റുമുള്ള. എന്തിനു ചുറ്റുമുള്ള? ദ മൗണ്ടെയിൻ വില്ലേജ്, അതായത് ഒരു മൗണ്ടെയിൻ, പർവ്വത ഗ്രാമം, അതിനു ചുറ്റുമുള്ള.
എവിടുത്തെ ഓഫ് ഗദൂൽ ഇൻ നോർത്ത് കാശ്മീർ അനന്തനഗർ ഡിസ്ട്രിക്റ്റ് അനന്തനാഗ് ഡിസ്ട്രിക്റ്റിലെ ജില്ലയിലെ കാശ്മീരിലെ അനന്തനാഗ് ജില്ലയിൽ ബാരാമുള്ള അനന്തനാഗ് എന്നൊക്കെ പറയുന്നത് കാശ്മീരിലെ ജില്ലകളാണ്. അപ്പോൾ അവിടെ ഉള്ള ഒരു ചെറിയൊരു ഗ്രാമമാണ്, ഒരു മൗണ്ടൻ വില്ലേജാണ് ഗദൂൽ എന്ന് പറയുന്നത്. അതിൽ ചുറ്റപ്പെട്ടിട്ടുള്ള വൂഡ്സ് വനത്തിലാണ് ഈ തിരച്ചിൽ നടത്തുന്നത്. ഓക്കെ, അതാണ് ഈ ക്യാപ്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ചുറ്റുമുള്ള എന്നർത്ഥത്തിൽ സറൗണ്ടിങ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ വാർത്ത. ഇതിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള വാക്കുകളൊന്നും നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ഇൻഫിൽട്രേറ്റേഴ്സ്, നുഴഞ്ഞുകയറ്റക്കാർ, എ പേഴ്സൺ ഹു സീക്രട്ട്ലി becomes a member of a group, അല്ലെങ്കിൽ they are secretly entering to a place to get information or to influence a group. They are entering in order to get information. മനസ്സിലായില്ലേ? അതാണ് എന്ത് ഇൻഫിൽട്രേറ്റേഴ്സ്. ഇൻ ഗൺ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിവെപ്പാണ്. ഫൈറ്റ് ഇൻവോൾവിങ് ആൻ എക്സ്ചേഞ്ച് ഓഫ് ഫയർ വിത്ത് ഗൺസ്, അല്ലെങ്കിൽ ഫയർ വിത്ത് ഗൺസ്. ഓക്കെ, നെക്സ്റ്റ് തോട്ട് മീൻസ് എന്താ? വിഫലമാക്കുക. ടു സ്റ്റോപ്പ് സംതിങ് ഫ്രം ഹാപ്പനിങ് or someone from doing something. If someone is going to do something, if suppose you are going to prevent him from doing that, that means you are thwarting his plan. Okay, you are thwarting him. Okay, so retrieve, next one is retrieve എന്ന് വീണ്ടെടുക്കുക, തിരികെ കൊണ്ടുവരിക. To find and bring back something. Terrorist means ഭീകരവാദിയാണ് someone who uses violent action or threats of a violent action for political purpose or some എന്താ പറയുക വെസ്റ്റഡ് ഇൻട്രസ്റ്റസ്. ഓക്കെ, എസ്പെഷ്യലി ദറ്റ് ഇസ് പൊളിറ്റിക്കൽ പർപ്പസസ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഫ്രേസ്, ഇതൊരു ഫ്രേസ് ആണ്. സെക്യൂരിറ്റി ഫോഴ്സസ്, സെക്യൂരിറ്റി പേഴ്സണൽസ് ഓർ സെക്യൂരിറ്റി ഫോഴ്സസ്, സുരക്ഷാ സേന, soldiers and police who are responsible for maintaining security in a city അല്ലെങ്കിൽ region etc. Okay, next, infiltration bid, നുഴഞ്ഞു കയറാനുള്ള ശ്രമം. നുഴഞ്ഞു കയറാനുള്ള ശ്രമം. അറ്റംപ്റ്റ് ടു പാസ് ത്രൂ an enemy line in a military or conflict. അല്ലെങ്കിൽ ഇവേഡ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് അല്ലേ, ഇവേഡ് എന്ന് പറഞ്ഞാൽ എന്താ? നുഴഞ്ഞു കയറുക എന്നാണ്. അതാണ് ഇൻഫിൽട്രേഷൻ ബിഡ് എന്ന് പറഞ്ഞാൽ നുഴഞ്ഞു കയറാനുള്ള അറ്റംപ്റ്റ് ടു ഇവേഡ്. ഓക്കെ, സോ next phrase is conduct a search. Means തിരച്ചിൽ നടത്തുക. Try to locate something, someone. Next, woods എന്ന് പറഞ്ഞാൽ വനം, an area of land is smaller than a forest. Small forest ആണ് actually woods എന്ന് പറയുന്നത്. That is covered with growing trees. Otherwise, simply you can say the synonym forest. Woods means forest. Okay, surrounding means ചുറ്റുമുള്ള, all round a particular place or thing. Surroundings. Okay, so this is the news for the day. I think this video was useful for you. Okay, learn English through newspaper inde മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും wish you all the best. Have a nice day.